മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർ. ക്ഷേത്രം ജീവനക്കാർ ഭക്തരോട് മോശമായ രീതിയിൽ പെരുമാറുന്നതായി വ്യാപക പരാതി. മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ഭരണസമിതി. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണിത്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ദർശനത്തിനുള്ള ക്യൂവിൽ തിരക്കിൽപ്പെടുന്നു. ക്യൂ ക്ലോസ്ഡ് എന്ന ബോർഡ് കയ്യിലേന്തിയ ക്ഷേത്രം സെക്യൂരിറ്റി ജീവനക്കാരെയും തിരക്കിനിടയിൽ കാണാം. ഓരോ ദിവസവും ക്ഷേത്ര സന്നിധിയിൽ ദുരന്തം ഒഴിവാകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്നാലും ദർശനം ലഭിക്കാത്ത അവസ്ഥ. ചെരുപ്പും ബാഗും ഫോണും സൂക്ഷിക്കുന്നിടത്തും വഴിപാട് ബുക്കിംഗ് ചെയ്യുന്നിടത്തും പ്രസാദം വാങ്ങുന്നിടത്തും സദാ നീണ്ട ക്യൂ ആണ്. ക്യൂ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെയും ക്ഷേത്രത്തിനുള്ളിലെ ജീവനക്കാരുടെയും മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതി വേറെ. സുരക്ഷാ ജീവനക്കാരുടെ പോലീസ് യൂണിഫോമിന് സമാനമായ യൂണിഫോം മാറ്റി ക്ഷേത്രത്തിന് അനുയോജ്യമായ വേഷം നൽകണമെന്ന ആവശ്യം ഇനിയും നടപ്പാക്കിയിട്ടില്ല. 2000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്. 1000 കിലോയിലേറെ സ്വർണവും 6000 കിലോയ്ക്ക് മുകളിൽ വെള്ളിയും ദേവസ്വത്തിനുണ്ട്. എന്നാൽ ഇതൊന്നും ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വിനിയോഗിക്കുന്നില്ല. ക്യൂ കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മാറിവരുന്ന ഭരണസമിതികൾ വീഴ്ച വരുത്തുകയാണ്. ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയ ക്ഷേത്രമായ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെത്താൻ രാഷ്ട്രീയക്കാർക്കിടയിൽ പിടിവലിയാണ്. കാലാവധി തികയ്ക്കുക എന്നല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സമിതി മതിയായ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇതിനാൽ തന്നെ ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ ദുരിതത്തിന് അറുതി വരുന്നുമില്ല. TCV ഗുരുവായൂർ.